വില കൂടിയ ക്രീമുകളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന വെറും 2 സാധനങ്ങൾ മതി. ഒരിക്കൽ ഉണ്ടാക്കി വെച്ചാൽ ആഴ്ചകളോളം ഇത് നമുക്ക് ഉപയോഗിക്കാം. കുളിക്കുമ്പോൾ ഉപയോഗിക്കാം, ഫേസ് പാക്കായിട്ടും ഉപയോഗിക്കാം. പലരും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാറുണ്ട്. പക്ഷേ ബീട്രൂട്ട് കൊണ്ട് ഇങ്ങനെയൊരു ബാത്ത് പൗഡർ ഉണ്ടാക്കണമെന്ന് പലർക്കും അറിയില്ലായിരിക്കും. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. എൻ്റെ കയ്യിൽ മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. നിങ്ങൾ വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. എന്നിട്ട് ബീട്രൂട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ കഷ്ണങ്ങളാക്കാൻ മറക്കരുത്, മിക്സി കേടായി പോവും. അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തുള്ളി പോലും വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് വറ്റി കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. അതുകൊണ്ട് വെള്ളം തുള്ളി പോലും ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടു. ഇനി ഇത് ഏറ്റവും നല്ലത് ഒരു തുണി വെച്ചിട്ട് ആ തുണിയിലേക്ക് ഈ ജ്യൂസ് ഫുള്ള് ആക്കിയിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് കുറച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നേരെ അരിച്ചിട്ട് ജ്യൂസ് എടുക്കുക. രണ്ടും സെയിം റിസൾട്ടാണ്. ബെറ്റർ തുണി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് അരിച്ചെടുത്ത് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ആ പാൻ വെള്ളം ഫുള്ള് വറ്റിയെന്ന് ഉറപ്പായതിന് ശേഷം ആ പാനിലോട്ട് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ജ്യൂസ് ഒഴിച്ചിട്ട് ഒരു പണിക്കും തിരിയാൻ പോകരുത്, പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് ഇളക്കിയും കൊണ്ടേയിരിക്കുക. നല്ലോണം ഇളക്കി 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 കട്ടിയുള്ള ഒരു പരുവാകുമ്പോൾ ഞാൻ അളവ് കാണിച്ചു തരാം. ഈ അളവിലുള്ള അരിപ്പൊടി 1/2 കപ്പിലേറെ ഉണ്ടായിരുന്നു ബീട്രൂട്ട് ജ്യൂസ്. 3/4 കപ്പ് അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി എടുത്തിട്ട് ഇത് ചൂടായി നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കണം, കൈ എടുക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. എന്നിട്ട് ഇളക്കി 1-2 ഇളക്കണോടുകൂടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നല്ലോണം ഇളക്കിയിട്ട് ഉടച്ചു കൊടുക്കുക. ഉടച്ചിട്ട് ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം ഒടിച്ചു കൊടുക്കുക. അതായത് ഇതുപോലെ നല്ലോണം ഉരത്തി ഉടച്ചു കൊടുക്കുക. ഉടച്ച് നല്ല ഫൈനാക്കി എടുത്തിട്ട് വേണമെങ്കിൽ കട്ട ഉണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് അതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നല്ലോണം അരിച്ചെടുക്കുക. കുറേ ഫുള്ളായിട്ട് അരിച്ചെടുക്കുക. വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ട് നല്ല ഇതേപോലെ ഒരു ചെറിയ ബോട്ടിൽ എടുത്തിട്ട് ആ ബോട്ടിലേക്ക് ഫുള്ളാക്കി സ്റ്റോർ ചെയ്ത് നമുക്ക് ബാത്റൂമിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം, ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം. ഒന്നും ആവില്ല, കേടാവില്ല. നല്ലോണം വറുത്തതാണ്, അതുകൊണ്ട് ഒന്നും ആവില്ല. ഇതെടുത്തിട്ട് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പൂൺ എടുക്കുക. അതിലേക്ക് പാലോ തൈരോ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മുഖത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. ഇപ്പം റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് കാണിക്കാൻ എൻ്റെ കയ്യിലിട്ടിട്ട് കാണിച്ചു തരാം. കൈയിൻ്റെ പുറത്താണ് ഇടുന്നത്. ഇട്ട് നല്ലോണം അരച്ച് പൊടിപ്പിച്ച് അതിനുശേഷം ഡ്രൈ ആകാൻ വെച്ച് കഴുകി കളഞ്ഞിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ഇത് പരീക്ഷിച്ച റിസൾട്ട് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ ബ്യൂട്ടി ടിപ്സുകൾ, ഹോം റെമഡിയും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.